തേജസ്വിനി പുഴത്തീരത്ത് നിന്നിരുന്ന കൂറ്റൻ മരമൊടിഞ്ഞ് കമ്പിപ്പാലത്തിലേക്ക് ചാഞ്ഞ് അപകട ഭീഷണി ഉയർന്നതിനെ തുടർന്ന് കോലുവള്ളി മുനയംകുന്ന് കമ്പിപ്പാലം താൽക്കാലികമായി അടച്ചു. കഴിഞ്ഞ ദിവസം പ്രദേശത്തുണ്ടായ ശക്തമായ കാറ്റിലും കനത്ത മഴയിലുമാണ് മരമൊടിഞ്ഞ് പാലത്തിന് മുകളിലേക്ക് തൂങ്ങി നിൽക്കുന്ന നിലയിലായത്. മഴ വീണ്ടും ശക്തമായാൽ ഏതു നിമിഷവും മരം പൂർണ്ണമായും ഒടിഞ്ഞു വീണ് പാലത്തിന് കേടുപാടുകൾ സംഭവിക്കാനോ പാലത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് അപകടമുണ്ടാകാനോ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തിയതോടെയാണ് യാത്ര പൂർണ്ണമായും നിരോധിച്ചത്. കാസർഗോഡ് ജില്ലയിലെ മുനയംകുന്നിനെയും കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പഞ്ചായത്തിലെ കോലുവള്ളിയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന നടപ്പാലമാണ് ഈ കമ്പിപ്പാലം. ഇരു ജില്ലകളിലെയും നിരവധി ഗ്രാമങ്ങളിലെ ആളുകൾ ദിവസേന ജോലിക്കും വ്യാപാര ആവശ്യങ്ങൾക്കും വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും എത്തുന്നത് ഈ പാലത്തെ ആശ്രയിച്ചാണ്. പാലമടച്ചതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാരാണ് വലിയ ദുരിതത്തിലായത്. ദീർഘദൂരം ചുറ്റി സഞ്ചരിച്ചാണ് ഇപ്പോൾ പലർക്കും ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തേണ്ടി വരുന്നത്. അപകട ഭീഷണി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പെരിങ്ങോം അഗ്നിശമന സേന സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. എന്നാൽ കമ്പിപ്പാലത്തിന്റെ ഘടനയും മരത്തിന്റെ അപകടകരമായ നിലയും കാരണം അഗ്നിശമന സേനയ്ക്ക് മരം മുറിച്ചു നീക്കാൻ സാധിച്ചില്ല. തുടർന്ന് പ്രത്യേക മരംമുറി തൊഴിലാളികളെ സ്ഥലത്തെത്തിച്ച് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മരം മുറിച്ചു നീക്കാനുള്ള നടപടി ആരംഭിച്ചു. മരം പൂർണ്ണമായും നീക്കം ചെയ്ത് പാലത്തിന്റെ സുരക്ഷ ഉറപ്പാക്കിയ ശേഷമേ ഗതാഗതത്തിനായി വീണ്ടും തുറന്നു കൊടുക്കുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു. സംഭവസ്ഥലം ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ, ഈസ്റ്റ് എളേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി, ചെറുപുഴ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KD പ്രവീൺ എന്നിവർ സന്ദർശിച്ചു. അപകട ഭീഷണി എത്രയും വേഗം പരിഹരിച്ച് പാലം വീണ്ടും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അവർ നിർദ്ദേശം നൽകി. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് കോലുവള്ളി മേഖലയിൽ ഇന്ന് രാവിലെ ഈസ്റ്റ് എളേരി പഞ്ചായത്തിൻ്റെ ഭാഗത്തും ചെറുപുഴ പഞ്ചായത്തിൻ്റെ പുഴയ്ക്ക് ഇപ്പുറം തൂക്കുപാലത്തിന് സമീപം പുഴയിൽ നിൽക്കുന്ന ഒരു കാട്ടുമരം ഉണങ്ങി തൂക്കുപാലത്തിന് ഭീഷണിയായിട്ട് ഇപ്പോൾ മറിഞ്ഞു നിൽക്കുന്നുണ്ട്. വില്ലേജ് പോലുള്ള ഉദ്യോഗതലത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പെരിങ്ങോം ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇത് മരം മുറിച്ച് നീക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. മുറിച്ച് മാറ്റണമെങ്കിൽ തന്നെ മരം കെട്ടി ഇറക്കാൻ വേണ്ടി മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള നാട്ടിലെ മരം മുറിക്കുന്നവരെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ സഹായത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. മുറിച്ച് മാറ്റിയില്ലെങ്കിൽ തൂക്കുപാലത്തിന് ഭീഷണി എന്നോളമാണ് ഇപ്പോൾ മരം നിൽക്കുന്നത്. ഈ പാലം വഴി നിരവധി കുട്ടികളൊക്കെ സ്കൂൾ ആവശ്യങ്ങൾക്കും മറ്റും ഉപയോഗിക്കുന്ന തൂക്കുപാലം കൂടിയാണ്. അപ്പോൾ അതിനുള്ളിൽ പഞ്ചായത്തിൻ്റെ മഴക്കാല കെടുതി ദുരന്ത നിവാരണ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി മരം മൂർച്ച നിൽക്കാനുള്ള പ്രവൃത്തികളായിട്ട് പഞ്ചായത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുമുണ്ട്. അടുക്കള ഇനി സ്മാർട്ട് ആക്കാം. അടുക്കള ഒരുക്കാൻ ഇനി സ്റ്റൈലൻ വഴികൾ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗൃഹലക്ഷ്മി ഇതാ പുതിയ ഭാവത്തിൽ. പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റൗ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, മിക്സി തുടങ്ങി അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം. പ്രമുഖ ബ്രാൻഡുകളുടെ സ്റ്റീൽ, അലുമിനിയം, സെറാമിക്, ബ്രാസ് ഉൽപ്പന്നങ്ങളുടെ വമ്പിച്ച ശേഖരണം ഇപ്പോൾ ഒരൊറ്റ കിടക്കീഴിൽ. ഏറ്റവും പുതിയ ഗിഫ്റ്റ്സും ആകർഷകമായ ഫെസ്റ്റിവൽ ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. കൂടെ വിശ്വസിക്കാവുന്ന ക്വാളിറ്റിയും മികച്ച സർവീസും. ഷോപ്പിംഗിനെ ആഘോഷമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗൃഹലക്ഷ്മി. നിങ്ങളുടെ വിശ്വസ്തത